എല്ലാ മാന്യ പ്രേക്ഷകർക്കും മലയാളം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഈ കഥ കേൾക്കുമ്പോൾ ദൃശ്യങ്ങൾ നിങ്ങളുടെ മനക്കണ്ണിൽ കാണാൻ ശ്രമിക്കുക. കണ്ണുകൾ അടച്ച് ശാന്തമായി ഇരുന്ന് ആസ്വദിക്കുക. ആകാശത്തിന്റെ മേൽക്കൂര തകർന്നു വീഴുന്നതുപോലെ പേമാരി പെയ്തിറങ്ങുന്ന ഒരു അമാവാസി രാത്രിയായിരുന്നു അത്. ഇടിമുഴക്കങ്ങൾ നഗരത്തെ വിറപ്പിച്ചുകൊണ്ടിരുന്നു. നഗരത്തിലെ ജനറൽ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിനു മുന്നിലെ മങ്ങിയ വെളിച്ചത്തിൽ ആംബുലൻസുകളുടെ സൈറൻ ശബ്ദം മഴയുടെ ഇരമ്പലിനെ കീറിമുറിച്ചു. സമയം കൃത്യം 12 മണി. ലോകത്തിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റാൻ തുടങ്ങിയ നിമിഷം. ഡോക്ടർ വർഗീസ് തന്റെ കൈകളിലെ രക്തം കഴുകി പൊളിക്കുകയായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിലെ തണുത്ത മുറിയിൽ വെളുത്ത തുണികൊണ്ട് മൂടിയ ഒരു ശരീരം കിടപ്പുണ്ട്. ഒരു വൻ വാഹനാപകടത്തിൽപ്പെട്ട് തലയോട്ടി തകർന്ന് ഹൃദയം നിലച്ച അവസ്ഥയിൽ കൊണ്ടുവന്ന 20കാരൻ. വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു. മോണിറ്ററിലെ പച്ചവര ഒരു നേർരേഖയായി മാറി നീണ്ട പീപ്പ് ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങിയിട്ട് മിനിറ്റുകൾ കഴിഞ്ഞു. സോറി, നമുക്കവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, വർഗീസ് നഴ്സിനോട് പറഞ്ഞു. മരണവിവരം പുറത്തു കാത്തുനിൽക്കുന്ന ബന്ധുക്കളെ അറിയിക്കുക എന്ന ഏറ്റവും കഠിനമായ കടമ നിർവഹിക്കാനായി അദ്ദേഹം മാസ്ക് താഴ്ത്തി വാതിലിനു നേരെ തിരിഞ്ഞു. പക്ഷേ അവിശ്വസനീയമായ എന്തോ ഒന്നവിടെ സംഭവിച്ചു. പുറകിൽ ആ സ്ട്രെച്ചറിൽ നിന്നും ഒരു ചെറിയ അനക്കം. വർഗീസ് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അതു തന്റെ തോന്നലായിരിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മരിച്ചവർ അനങ്ങില്ലല്ലോ. എന്നാൽ ആ വെളുത്ത വിരിപ്പ് വീണ്ടും ചലിച്ചു, ഇത്തവണ കൂടുതൽ ശക്തമായി. രക്തം വാർന്നുപോയ ജീവന്റെ ഒരംശം പോലും അവശേഷിക്കാൻ സാധ്യതയില്ലാത്ത ആ ശരീരം സാവധാനം എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുകയാണ്. മോണിറ്ററിൽ ഇപ്പോഴും ആ നേർരേഖ മാത്രം. ഹൃദയം മിടിക്കുന്നില്ല, ശ്വാസകോശം പ്രവർത്തിക്കുന്നില്ല. എന്നിട്ടും തകർന്ന തലയോട്ടിയുമായി ആ യുവാവ് കണ്ണുകൾ തുറന്ന് ഡോക്ടറെ ഉറ്റുനോക്കി. ആ കണ്ണുകളിൽ ജീവന്റെ തിളക്കമായിരുന്നില്ല, മറിച്ച് മരണത്തെ നിഷേധിച്ചതിന്റെ ഭീകരമായ ശൂന്യതയായിരുന്നു. ഡോക്ടർ, എനിക്ക് വേദനിക്കുന്നു. തൊണ്ടയിൽ നിന്ന് രക്തം കുമിളകളായി പുറത്തു വന്നപ്പോൾ അവൻ അവ്യക്തമായി മുഴിഞ്ഞു. നഴ്സ് ഭയന്ന് അലറിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി. വർഗീസ് തറയിൽ വേരൂന്നിയതുപോലെ നിന്നുപോയി. ഇതസാധ്യമാണ്. ഹൃദയമിടിപ്പില്ലാത്തൊരു മനുഷ്യൻ സംസാരിക്കുന്നു, ചിന്തിക്കുന്നു, വേദന അനുഭവിക്കുന്നു. ഭയം അയാളുടെ നട്ടെല്ലിലൂടെ അരിച്ചുകയറി. അപ്പോഴാണ് ആശുപത്രിയുടെ ഇടനാഴികളിൽ നിന്ന് കൂട്ട നിലവിളികൾ ഉയരാൻ തുടങ്ങിയത്. അത് ഒരാളുടെ നിലവിളിയായിരുന്നില്ല, നൂറുകണക്കിന് മനുഷ്യരുടെ യുക്തിക്ക് നിലക്കാത്ത കാഴ്ചകൾ കണ്ട ഭ്രാന്തമായ അലർച്ചകളായിരുന്നു. വർഗീസ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി. ഇടമാഴിയിലെ കാഴ്ച കണ്ട് അദ്ദേഹത്തിന്റെ ബോധം മറയുമെന്ന് തോന്നി. മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ, അവ ഓരോന്നായി എഴുന്നേറ്റു വരുന്നു. വെള്ള പുതച്ച പ്രേതങ്ങളെപ്പോലെയല്ല, മറിച്ച് ജീവൻ നഷ്ടപ്പെട്ട ശരീരങ്ങൾ വീണ്ടും ബോധത്തിലേക്ക് വരികയാണ്. തലയെന്ന് വിഷം കഴിച്ചു വരിച്ച സ്ത്രീ, ട്രെയിൻ തട്ടി ശരീരം പാതി മുറിഞ്ഞ വയോധികൻ, ക്യാൻസർ ബാധിച്ച അസ്ഥി മാത്രമായി മാറിയ കുട്ടി, അവരെല്ലാം എഴുന്നേൽക്കുന്നു. മരണം അവരെ തിരസ്കരിച്ചിരിക്കുന്നു. ആർക്കും മരിക്കാൻ കഴിയുന്നില്ല. വേദനയുണ്ട്, യാതനയുണ്ട്, ശരീരം അഴുകുന്നുണ്ട്, പക്ഷെ പ്രാണൻ മാത്രം ശരീരത്തെ വിട്ടുപോകുന്നില്ല. പ്രകൃതിയുടെ ഏറ്റവും വലിയ നിയമം, ജനിച്ചാൽ മരിക്കണമെന്ന സത്യം, ആ രാത്രിയിൽ എവിടെയോ വെച്ച് വഴിതെറ്റിപ്പോയിരിക്കുന്നു. നഗരം മുഴുവൻ കത്തിയെരിയുന്ന വാർത്തകളാൽ നിറഞ്ഞു. TV ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസുകൾ മിന്നിമറിഞ്ഞു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒരേ റിപ്പോർട്ടുകൾ. യുദ്ധക്കളങ്ങളിൽ വെടിയേറ്റു വീണ സൈനികർ മരിക്കുന്നില്ല. വിമാനം തകർന്നു വീണവർ ചിന്നിച്ചിതറിയ ശരീരങ്ങളുമായി ജീവിക്കുന്നു. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചവർ നിരാശയോടെ മരണമില്ലാത്ത നരകത്തിലേക്കുണരുന്നു. മരണം പണിമുടക്കിയ രാത്രി. അതൊരു അനുഗ്രഹമായിരുന്നില്ല, മറിച്ച് മനുഷ്യരാശി കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും വലിയ ശാപത്തിന്റെ തുടക്കമായിരുന്നു. ആശുപത്രി വരാന്തയിലൂടെ ഡോക്ടർ വർഗീസ് നടന്നു. ചുറ്റും നരകതുല്യമായ കാഴ്ചകൾ. ഒരു വശത്ത് കഴുത്തറുത്തു മാറ്റപ്പെട്ട ഒരാൾ സ്വന്തം തലപിടിച്ചുയർത്തി നടക്കാൻ ശ്രമിക്കുന്നു. രക്തം ചീറ്റുന്നുണ്ടെങ്കിലും അയാൾക്ക് ബോധം നഷ്ടപ്പെടുന്നില്ല. എന്നെ കൊല്ലൂ, ആരെങ്കിലും എന്നെ ഒന്ന് കൊന്നുതരൂ, അയാൾ ദയനീയമായി യാചിക്കുന്നു. പക്ഷേ ആർക്കാണ് കൊല്ലാൻ കഴിയുക? മരണം തന്നെ ഇല്ലാതായ ലോകത്ത് കൊലപാതകം എങ്ങനെ നടക്കും? വേദനാസംഹാരികൾക്ക് നേരിട്ടു തുടങ്ങി. മരുന്നുകൾക്ക് ശരീരത്തെ മരവിപ്പിക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ ആത്മാവിനെ വിടുവിക്കാൻ കഴിയില്ലല്ലോ. വർഗീസ് തന്റെ ക്യാബിനിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. വിറയ്ക്കുന്ന കൈകളോടെ അദ്ദേഹം ഫോണെടുത്തു. വീട്ടിലേക്ക് വിളിച്ചു. തന്റെ ഭാര്യയും മകളും സുരക്ഷിതരാണോ എന്നറിയാനുള്ള വെപ്രാളം. ഫോൺ റിംഗ് ചെയ്യുന്നു. ആരും എടുക്കുന്നില്ല. പുറത്ത് ഇടിമുഴക്കം കൂടുതൽ ശക്തമായി. ജനൽ ചില്ലിലൂടെ അദ്ദേഹം പുറത്തേക്ക് നോക്കി. നഗരവീഥികളിൽ ആംബുലൻസുകൾക്കും പോലീസ് വാഹനങ്ങൾക്കുമിടയിലൂടെ മരിക്കേണ്ടവർ നടന്നു നീങ്ങുന്നു. ട്രാഫിക് സിഗ്നലുകളിൽ വണ്ടികൾ കൂട്ടിയിടിക്കുന്നു. തീപിടിക്കുന്നു. പക്ഷേ ആ തീയിൽ വെന്തുരുകുന്നവർ പോലും മരിക്കുന്നില്ല. അവരുടെ നിലവിളികൾ മഴയുടെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിലുയർന്നു. പെട്ടെന്ന് ഫോൺ അറ്റൻഡ് ചെയ്യപ്പെട്ടു. ഹലോ വർഗീസ്, ഭാര്യയുടെ ശബ്ദം. പക്ഷേ അതിൽ വല്ലാത്തൊരു ഇടർച്ചയുണ്ടായിരുന്നു. സൂസൻ, നീ ഓക്കെയാണോ? മോളെവിടെ? വർഗീസ് ശ്വാസമടക്കി പിടിച്ചു. വർഗീസ് ഇവിടെ അമ്മ. അവൾക്ക് വാക്കുകൾ മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല.
വർഗീസിന്റെ ഹൃദയം നിന്നുപോകുന്നതുപോലെ തോന്നി. സൂസന്റെ അമ്മ കഴിഞ്ഞ 6 മാസമായി കോമയിൽ വെന്റിലേറ്ററിൽ കിടക്കുകയായിരുന്നു. ഡോക്ടർമാർ വിധിയെഴുതിയതാണ്, ഏതു നിമിഷവും മരണം സംഭവിക്കാമെന്ന്. അമ്മ എന്തുപറ്റി? മരിച്ചോ? വർഗീസ് ചോദിച്ചു. ഈ ചോദ്യം ഈ രാത്രിയിൽ എത്ര നിരർത്ഥകമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. അല്ല. അമ്മ എഴുന്നേറ്റു. വെന്റിലേറ്റർ ട്യൂബുകൾ അമ്മ തന്നെ വലിച്ചൂരി. ഇപ്പോൾ അമ്മ അടുക്കളയിൽ പോയി ഭക്ഷണം ചോദിക്കുന്നു. വർഗീസ്, അമ്മയുടെ ശരീരം അത് അഴുകി തുടങ്ങിയിരുന്നു. എന്നിട്ടും സൂസൻ പൊട്ടിക്കരഞ്ഞു. ഫോൺ കട്ട് ചെയ്ത വർഗീസ് കസേരയിലേക്ക് തളർന്നിരുന്നു. ദൈവമേ, നീ എന്താണീ ചെയ്തത്? യമധർമ്മൻ വഴിതെറ്റിയതോ അതോ ദൈവം മനുഷ്യനെ ശിക്ഷിക്കാൻ തീരുമാനിച്ചതോ? ഭൂമി നിറഞ്ഞു കവിയാൻ പോകുന്നു. ഇനി ജനിക്കുന്നവർക്കിവിടെ സ്ഥലമുണ്ടാകില്ല. മരിക്കാത്ത വൃദ്ധന്മാരും മാറാവ്യാധികൾ പിടിപെട്ടവരും ശരീരം തകർന്നവരും കൊണ്ട് ഈ ലോകം നിറയും. ശ്മശാനങ്ങൾ പൂട്ടിപ്പോകും. ആശുപത്രികൾ തടവറകളാകും. അപ്പോഴാണ് വാതിലിലൊരു മുട്ട് കേട്ടത്. പതുക്കെ, എന്നാൽ ഉറച്ചൊരു മുട്ട്. വർഗീസ് വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്നത് ഹോസ്പിറ്റൽ ഡീൻ ഡോക്ടർ നമ്പ്യാരായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖം വിളറി വെളുത്തിരുന്നു. വർഗീസ്, നമ്മളൊരു അടിയന്തര യോഗം ചേരുന്നു. ഗവൺമെന്റിൽ നിന്ന് ഉത്തരവ് വന്നിട്ടുണ്ട്. നമ്പ്യാർ ശബ്ദം താഴ്ത്തി പറഞ്ഞു. എന്തുത്തരവ്? ഇതിനൊക്കെ എന്തു പരിഹാരമാണുള്ളത്? വർഗീസ് ചോദിച്ചു. അവർ പറയുന്നത് എല്ലാ മോർച്ചറികളും സീൽ ചെയ്യാനാണ്. ശവക്കുഴികൾ തോണ്ടിയെടുത്ത് പരിശോധിക്കാൻ ഉത്തരവുണ്ട്. അടക്കം ചെയ്തവർ അവരും തിരിച്ചു വരുന്നുണ്ടോ എന്ന് ഭയപ്പെടുന്നു. ആ വാക്കുകൾ കേട്ടതും വർഗീസിന് തല കറങ്ങി. മണ്ണിലലിഞ്ഞു ചേർന്നവർ, ചിതയിലെരിഞ്ഞവർ, അവരൊക്കെ തിരിച്ചു വന്നാൽ ഭൂമിക്കത് താങ്ങാൻ കഴിയുമോ? പെട്ടെന്ന് ആശുപത്രിയുടെ കറണ്ട് പോയി. ജനറേറ്റർ പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ ആ ഇരുട്ടിൽ ഇടനാഴികളിൽ നിന്ന് കേട്ട ശബ്ദങ്ങൾ മാറി. നിലവിളികൾക്ക് പകരം ഇപ്പോൾ കേൾക്കുന്നത് ഒരു തരം മന്ത്രോച്ചാരണങ്ങൾ പോലെയാണ്. വേദനയുടെ പാരമ്യത്തിൽ മനുഷ്യൻ പുറപ്പെടുവിക്കുന്ന ദീനരോധനങ്ങൾ ഒരു കൂട്ട പ്രാർത്ഥന പോലെയായി മാറിയിരിക്കുന്നു. വർഗീസ് ടോർച്ച് തെളിയിച്ച് പുറത്തേക്ക് നടന്നു. ICUവിന്റെ മുന്നിൽ വലിയൊരാൾക്കൂട്ടം. മരിച്ചവരെന്ന് വിധിയെഴുതപ്പെട്ടവർ തങ്ങളുടെ ബന്ധുക്കളെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ചിലർ ഭയന്ന് ഓടിപ്പോകുന്നു. ആ കൂട്ടത്തിൽ വർഗീസ് ആ കാഴ്ച കണ്ടു. ആദ്യം കണ്ട ആ 20-കാരൻ പയ്യൻ. അവനിപ്പോൾ എഴുന്നേറ്റ് നടക്കുന്നു. തകർന്ന തലയോട്ടിയുമായി അവൻ ഇടനാഴിയിലൂടെ വേച്ച് നടന്നു. അവന്റെ ലക്ഷ്യം വർഗീസായിരുന്നു. അവൻ അടുത്തെത്തി രക്തം പുരണ്ട കൈകൾ നീട്ടി വർഗീസിന്റെ കോട്ടിൽ പിടിച്ചു. ഡോക്ടർ, എന്നെ രക്ഷിക്കൂ. ഈ വേദന, ഇത് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് മരിക്കണം. പ്ലീസ്, എന്നെ ഒന്ന് കൊന്നുതരൂ. അവന്റെ കണ്ണുകളിലെ യാചന വർഗീസിന്റെ ആത്മാവിനെ പിടിച്ചുലച്ചു. ഒരു ഡോക്ടർ എന്ന നിലയിൽ ജീവൻ രക്ഷിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ധർമ്മം. എന്നാൽ ഇന്ന്, ഈ നിമിഷം, ഏറ്റവും വലിയ കാരുണ്യം മരണമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. പക്ഷേ തന്റെ കയ്യിലുള്ള സ്കൽപ്പൽ കൊണ്ട് അവന്റെ കഴുത്തറുത്താൽ പോലും മരണം വരില്ലെന്ന സത്യം അദ്ദേഹത്തെ നിസ്സഹായനാക്കി. പുറത്തു മഴ കനത്തു. ലോകം മുഴുവൻ ഒരേയൊരു പ്രാർത്ഥനയിലേക്ക് ചുരുങ്ങി. മരണമേ, നീ എവിടെയാണ്? വഴിതെറ്റിയ നിന്റെ രഥവുമായി തിരിച്ചുവരൂ. എന്നാൽ ആ രാത്രി അവസാനിക്കാൻ പോകുന്നില്ലെന്ന് തോന്നി. സൂര്യൻ ഉദിച്ചാലും ഈ ഇരുട്ടു മാറില്ല. കാരണം മരണമെന്ന അന്ത്യമില്ലാത്തൊരു കഥയായി മനുഷ്യജീവിതം മാറിയിരിക്കുന്നു. അനശ്വരത എന്നത് വരമല്ല, അത് തീരാത്ത ശാപമാണെന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞ രാത്രി. മരണം വഴിതെറ്റിയ ആ രാത്രിയിൽ ഭൂമി നരകത്തേക്കാൾ ഭയാനകമായ ഒരിടമായി മാറിക്കഴിഞ്ഞിരുന്നു. നഗരത്തിലെ ഏറ്റവും വലിയ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗം ചോരയിൽ കുളിച്ചു നിൽക്കുകയായിരുന്നു. ഡോക്ടർ റോയ് വർഗീസ് തന്റെ വിറയ്ക്കുന്ന കൈകളിലെ രക്തം പുരണ്ട സ്കൽപ്പൽ താഴെയിട്ടു. അദ്ദേഹത്തിന്റെ മുന്നിലെ സ്ട്രെച്ചറിൽ കിടന്നിരുന്ന ശരീരം സാമാന്യ യുക്തിക്ക് നിരക്കാത്ത വിധം ഛിന്നഭിന്നമായിരുന്നു. അതിവേഗത്തിൽ വന്ന ട്രക്കിൽ ഇടിച്ചു തകർന്ന ആ മനുഷ്യന്റെ നെഞ്ചു പിളർന്ന് ഹൃദയം പുറത്തേക്ക് തെറിച്ചു വീണിരുന്നു. എന്നിട്ടും ആ ഹൃദയം തറയിൽ കിടന്നു മിടിക്കുന്നുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ കണ്ണുകൾ റോയിയെ തന്നെ ഉറ്റുനോക്കി. ആ നോട്ടത്തിൽ ഭയമായിരുന്നില്ല, മറിച്ച് വിവരിക്കാനാവാത്ത വേദനയും എന്നെ ഒന്ന് കൊന്നുതരുമോ എന്ന നിശബ്ദമായ യാചനയുമായിരുന്നു. റോയ് പിന്നോട്ടു മാറി ചുമരിലേക്ക് ചാരി. ചുറ്റും കേൾക്കുന്നത് നിലവിളികൾ മാത്രമാണ്. വേദന സംഹാര മരുന്നുകൾക്കൊന്നിനും ഈ വേദനയെ ശമിപ്പിക്കാൻ കഴിയുന്നില്ല. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോകേണ്ട നിമിഷം കഴിഞ്ഞിട്ടും പ്രാണൻ ശരീരത്തിനുള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു. മോർച്ചറികളിലെ ഫ്രീസറുകൾക്കുള്ളിൽ നിന്നുപോലും ഞരക്കങ്ങൾ കേട്ടുതുടങ്ങിയിരുന്നു. പോസ്റ്റ്മോർട്ടം ടേബിളിൽ കീറി മുറിക്കപ്പെട്ടവർ എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുന്ന കാഴ്ച കണ്ട് പല ഡോക്ടർമാരും ഭ്രാന്തിന്റെ വക്കിലെത്തിയിരുന്നു. പുറത്ത് നഗരം കത്തുകയായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചവർ, കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് ചാടിയവർ, വിഷം കഴിച്ചവർ, ആരും മരിച്ചില്ല. എല്ലുകൾ ഒടിഞ്ഞു നുറുങ്ങിയ ശരീരങ്ങളുമായി അവർ തെരുവിലൂടെ ഇഴഞ്ഞു നീങ്ങി. വേദനയുടെ പാരമ്യത്തിൽ അവർ അലറിക്കരഞ്ഞു. പക്ഷേ ആ അലർച്ചയ്ക്ക് അന്ത്യമുണ്ടായിരുന്നില്ല. മരണമില്ലാത്ത ലോകം സ്വർഗമല്ല, മറിച്ച് ദൈവത്തിനു പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത നരകമാണെന്ന് ഓരോ നിമിഷവും തെളിയിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് ആകാശത്ത് മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. കറുത്തിരുണ്ട മേഘങ്ങൾക്കിടയിലൂടെ രക്തത്തിന്റെ നിറമുള്ള ഒരു പ്രകാശം ഭൂമിയിലേക്ക് പതിച്ചു. അത് സൂര്യനായിരുന്നില്ല. ചക്രവാളത്തിൽ നിന്ന് ഒരു വലിയ മുഴക്കം കേട്ടു തുടങ്ങി. അത് ഭൂകമ്പത്തിന്റെയോ ഇടിമുഴക്കത്തിന്റെയോ ആയിരുന്നില്ല,
മറിച്ച് കൂറ്റൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുന്നതുപോലെയുള്ള ഓഹശബ്ദമായിരുന്നു. റോയി ആശുപത്രിയുടെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ദൂരെ കടലിന്റെ മധ്യത്തിൽ നിന്ന് ആകാശത്തോളം ഉയരത്തിൽ കറുത്ത പുകച്ചുരുളുകൾ ഉയരുന്നു. ആ പുകയ്ക്കുള്ളിൽ നിന്ന് മനുഷ്യന്റേതല്ലാത്ത, എന്നാൽ മനുഷ്യഭാഷയോട് സാമ്യമുള്ള ഒരു ശബ്ദം മുഴങ്ങി. അത് കാറ്റിലൂടെ ഒഴുകി ഓരോ മനുഷ്യന്റെയും ചെവികളിലെത്തി. തടവറ തകർന്നിരിക്കുന്നു. ഇനി വിധിക്ക് പുതിയ നിയമങ്ങൾ. ആ നിമിഷം ആശുപത്രിയുടെ കവാടം തകർത്തുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ അകത്തേക്ക് ഓടിക്കയറി. അവരുടെ കണ്ണുകളിൽ ഭ്രാന്തമായ തിളക്കമായിരുന്നു. കൂട്ടത്തിൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് മുടി ജടപിടിച്ച ഒരു വൃദ്ധൻ മുന്നോട്ടു വന്നു. അയാൾ റോയിയുടെ നേരെ വിറയ്ക്കുന്ന കൈ നീട്ടി അട്ടഹസിച്ചു. ഡോക്ടർ, മരുന്ന് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് യമധർമ്മനെയാണ്. മരണമെവിടെ? മരണത്തെ ആരാണ് മോഷ്ടിച്ചത്? ആ ചോദ്യം അവിടത്തെ നിശബ്ദതയെ കീറിമുറിച്ചു. പെട്ടെന്ന് റോയിയുടെ ഫോൺ ശബ്ദിച്ചു. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കണ്ട് അയാൾ ഞെട്ടി. അത് അച്ഛൻ എന്നായിരുന്നു. 3 വർഷം മുൻപ് മരിച്ചുപോയ തന്റെ അച്ഛൻ. വിറയ്ക്കുന്ന വിരലുകളോടെ റോയി ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. മറുതലയ്ക്കിൽ നിന്ന് കേട്ടത് പരിചിതമായ ശബ്ദമായിരുന്നില്ല, മറിച്ച് മണ്ണും ദ്രവിച്ച എല്ലുകളും ചേർന്നതുപോലെയുള്ള ഒരു പരുക്കൻ സ്വരമായിരുന്നു. റോയ്, വാതിൽ തുറന്നു. ഞങ്ങൾ വരുകയാണ്. എല്ലാവരും തിരിച്ചു വരുകയാണ്. ഭൂമിയിലെ ശവക്കുഴികൾ ഓരോന്നായി പിളർന്നു തുടങ്ങുകയായിരുന്നു. മരണം വഴിതെറ്റിയതല്ല, മരണം തിരികെ നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജീവിച്ചിരിക്കുന്നവർക്ക് മരിക്കാൻ കഴിയാത്ത, മരിച്ചവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയാത്ത ഒരു യുഗത്തിന്റെ ആരംഭം അവിടെ കുറിക്കപ്പെട്ടു. കല്ലറകൾക്ക് മുകളിലെ കോൺക്രീറ്റ് പാളികൾ തകർത്തെറിയപ്പെടുന്ന ശബ്ദം ഇടിമുഴക്കം പോലെ അന്തരീക്ഷത്തിൽ അലയടിച്ചു. വർഷങ്ങൾക്ക് മുൻപ് മണ്ണോട് ചേർന്നവർ അസ്ഥികൂടങ്ങളായും പാതി അഴുകിയ ശരീരങ്ങളായും മണ്ണിനടിയിൽ നിന്ന് നിരങ്ങി നീങ്ങി. അവരുടെ കണ്ണുകളിൽ ജീവന്റെ വെളിച്ചമായിരുന്നില്ല, മറിച്ച് വിശപ്പിന്റെയും പകയുടെയും ഇരുണ്ട ജ്വാലയായിരുന്നു തിളങ്ങിയിരുന്നത്. ശ്മശാനത്തിന്റെ കവാടം തകർത്ത് ആ ജനസഞ്ചയം പുറത്തേക്കൊഴുകി. കാറ്റിൽ ശവഗന്ധം കലർന്നപ്പോൾ നഗരത്തിലെ തെരുവുനായ്ക്കൾ ഓരിയിട്ടുകൊണ്ട് ഇരുളിലേക്ക് ഓടിയൊളിച്ചു. അവരുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു. തങ്ങൾ ഉപേക്ഷിച്ചുപോയ വീടുകൾ, തങ്ങളെ മറന്നു തുടങ്ങിയ വർ. നഗരമധ്യത്തിൽ ആദ്യത്തെ കൂടിക്കാഴ്ച നടന്നു. ട്രാഫിക് സിഗ്നലിന്റെ ചുവന്ന വെളിച്ചത്തിൽ ഒരു മകൻ തന്റെ മരിച്ചുപോയ പിതാവിന്റെ വികൃതമായ രൂപത്തെ കണ്ട് അലറിക്കരഞ്ഞു. ഭയം ഭ്രാന്തായി മാറിയ നിമിഷത്തിൽ അവൻ കയ്യിൽ കിട്ടിയ ഇരുമ്പുദണ്ടുകൊണ്ട് ആ രൂപത്തെ ആഞ്ഞടിച്ചു. തലയോട്ടി തകർന്നു, കറുത്ത ദ്രാവകം തെറിച്ചു വീണു. പക്ഷേ ആ രൂപം വീണില്ല. അത് മുന്നോട്ടു തന്നെ നടന്നു. അവന്റെ കഴുത്തിൽ തണുത്തുറഞ്ഞ കൈകളാൽ പിടിച്ചു. പ്രകൃതിയുടെ നിയമങ്ങൾ തിരുത്തിയെഴുതപ്പെട്ട ആ രാത്രിയിൽ മനുഷ്യൻ നിർമ്മിച്ച ആയുധങ്ങൾ നിഷ്പ്രഭമായി. പോലീസ് സൈറണുകൾ മുഴങ്ങി, വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു. പക്ഷേ നെഞ്ചിൽ തുളച്ചുകയറുന്ന വെടിയുണ്ടകൾ അവരെ തളർത്തിയില്ല. മരിച്ചവർക്കിനി മരിക്കാനാവില്ലെന്ന സത്യം ജീവിച്ചിരിക്കുന്നവർക്കു മുൻപിൽ ഒരു പേടി സ്വപ്നം പോലെ വെളിപ്പെട്ടു. ആശുപത്രികളിലെ മോർച്ചറികൾക്കുള്ളിൽ നിന്ന് ബഹളങ്ങൾ കേട്ടുതുടങ്ങി. വെള്ളപുതച്ച് കിടത്തിയിരുന്ന മൃതദേഹങ്ങൾ എഴുന്നേറ്റിരിക്കുന്നു. ഡോക്ടർമാരും നേഴ്സുമാരും പ്രാണഭയത്തോടെ പരക്കം പാഞ്ഞു. ലോകം മുഴുവൻ ഒരേ സമയം ഒരു ശവപ്പറമ്പായി മാറിക്കൊണ്ടിരുന്നു. അതേസമയം ആകാശത്ത് വിചിത്രമായ ഒരു മാറ്റം സംഭവിച്ചു. ചന്ദ്രൻ ചുവപ്പു രാശിയിലേക്ക് മാറി, നക്ഷത്രങ്ങൾ ഓരോന്നായി അപ്രത്യക്ഷമായി. ഈ അരാജകത്വത്തിനിടയിൽ പള്ളിമിനാരങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്നും അപായമടികൾ മുഴങ്ങി. പക്ഷേ ദൈവങ്ങൾ പോലും ഈ വിധിക്ക് മുന്നിൽ മൗനം പാലിച്ചു. മരിച്ചവർ മടങ്ങിവരുന്നത് വെറുതെ കാണാനല്ല, മറിച്ച് ജീവിച്ചിരിക്കുന്നവരുടെ ലോകം പിടിച്ചടക്കാനാണെന്ന് ഓരോ നിമിഷവും തെളിയിച്ചുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് ദ്രവിച്ച വസ്ത്രങ്ങൾ ധരിച്ച ഒരു രൂപം നഗരത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തിന് മുകളിലേക്ക് വിരൽ ചൂണ്ടി. അവിടെ ആകാശത്തേക്ക് തുറന്നുവെച്ച വലിയ സ്ക്രീനുകളിൽ വാർത്തകൾക്ക് പകരം സ്റ്റാറ്റിക് നോയ്സ് മാത്രം നിറഞ്ഞു. പെട്ടെന്ന് ആ സ്ക്രീനുകളിൽ ഒരു സന്ദേശം തെളിഞ്ഞു. നിങ്ങളുടെ സമയം അവസാനിച്ചു, ഇനി ഞങ്ങളുടെ ഊഴമാണ്. ആ വാക്കുകൾ നഗരത്തിന്റെ ഹൃദയം ഇടിപ്പ് നിശ്ചലമാക്കിയതുപോലെ തോന്നി. താഴെ തടിച്ചുകൂടിയ ജനസഞ്ചയം ശ്വാസമടക്കി പിടിച്ച് ആ ഭീമൻ സ്ക്രീനുകളിലേക്ക് ഉറ്റുനോക്കി. നിമിഷങ്ങൾക്കുള്ളിൽ ആ മുന്നറിയിപ്പ് മാഞ്ഞുപോയി. പകരം കൂരിരുട്ട് ആ സ്ക്രീനുകളെ വിഴുങ്ങി. അതൊരു സാധാരണ വൈദ്യുത തടസ്സമായിരുന്നില്ല, നഗരത്തിന്റെ പ്രകാശഗോപുരങ്ങളാ. ഈ തലയുയർത്തി നിന്ന അമ്പരചുംബികൾ ഓരോന്നായി കരുത്ത നിഴലുകളായി മാറി. കാറ്റിൽ മെഴുകുതിരി നാളങ്ങൾ അണയുന്നതുപോലെ കിലോമീറ്ററുകളോളം പരന്നുകിടന്ന ആ മഹാനഗരത്തിലെ വെളിച്ചം നിമിഷനേരം കൊണ്ടില്ലാതായി. വൈദ്യുതി വിളക്കുകൾ അണഞ്ഞതോടെ തെരുവുകൾ അന്ധകാരത്തിലാണ്ടു. ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങളുടെ എഞ്ചിനുകൾ പാതി വഴിയിൽ നിലച്ചു. ആധുനിക സാങ്കേതികവിദ്യയുടെ അഹങ്കാരമായിരുന്ന ആ നഗരം പെട്ടെന്നൊരു ശവപ്പറമ്പിന്റെ മൂകതയിലേക്ക് വീണു. ഭയം
അത് വായുവിൽ വിഷം പോലെ പടർന്നു. ആളുകൾ പരസ്പരം നോക്കി. ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും നാവുകൾ വഴങ്ങാതെ സ്തംഭിച്ചു നിന്നു. മൊബൈൽ ഫോണുകളുടെ സ്ക്രീനുകൾ പോലും നിർജീവമായിരുന്നു. പുറം ലോകവുമായുള്ള എല്ലാ ബന്ധങ്ങളും അറ്റുപോയിരിക്കുന്നു എന്ന സത്യം അവരുടെ ബോധത്തിലേക്ക് ഇരച്ചുകയറി. കെട്ടിടത്തിനു മുകളിൽ നിന്ന് ആ പച്ച വസ്ത്രധാരിയുടെ രൂപം മാത്രം ഇരുട്ടിൽ അവ്യക്തമായി കാണാമായിരുന്നു. അവൻ തന്റെ കൈ താഴ്ത്തിയില്ല, മറിച്ച് ആകാശത്തേക്കൊരു അദൃശ്യമായ ആജ്ഞ നൽകുന്നതുപോലെ വിരലുകൾ ചലിപ്പിച്ചു. ഉടനെ നഗരത്തിന്റെ 4 അതിർത്തികളിൽ നിന്നും രക്തവർണ്ണമുള്ള പ്രകാശസ്തംഭങ്ങൾ ആകാശത്തേക്കു കുതിച്ചുയർന്നു. മേഘങ്ങളെ കീറിമുറിച്ചുകൊണ്ട് അവ മുകളിലെവിടെയോ കൂട്ടിമുട്ടി നഗരത്തിനു മുകളിലൊരു ഭീമാകാരമായ ഊർജ്ജ കവചം തീർത്തു. ആകാശത്ത് റോന്തു ചുറ്റിയിരുന്ന ഹെലികോപ്റ്ററുകൾ നിയന്ത്രണം വിട്ട് താഴേക്കു പതിക്കാൻ തുടങ്ങി. തീഗോളങ്ങളായി അവ കെട്ടിടങ്ങൾക്ക് മുകളിൽ വീണ് പൊട്ടിത്തെറിച്ചതോടെ ഭീകരമായ സ്ഫോടന ശബ്ദങ്ങൾ നഗരത്തെ നടുക്കി. നിലവിളികൾ ഉയർന്നു തുടങ്ങി. അത് വെറുമൊരു ഭീഷണിയായിരുന്നില്ല, അതൊരു യുദ്ധപ്രഖ്യാപനമായിരുന്നു. ഇരുട്ടിന്റെ മറവിൽ ആകാശത്തുനിന്നും വിചിത്രമായ ലോഹപേടകങ്ങൾ താഴേക്കിറങ്ങി വരുന്നത് മിന്നൽ വെളിച്ചത്തിൽ ചിലർ കണ്ടു. മനുഷ്യരാശിക്കെതിരെ അജ്ഞാതമായ ഒരു ശക്തിയുടെ വേട്ടയാടൽ ആരംഭിച്ചിരുന്നു. ഭൂമി കുലുങ്ങി വിറച്ചു. ആകാശത്തുനിന്നും പതിച്ച ആ ലോഹഗോളങ്ങൾ നഗരമധ്യത്തിലെ കോൺക്രീറ്റ് പാളികളെ തകർത്തെറിഞ്ഞ് ഗർത്തങ്ങൾ സൃഷ്ടിച്ചു. ചിതറിത്തെറിച്ച കല്ലുകളും ചില്ലുകളും മഴത്തുള്ളികൾക്കൊപ്പം മാരക ആയുധങ്ങളായി മാറി. ചുറ്റും പരന്ന പുകപടലങ്ങൾക്കിടയിലൂടെ ആ പേടകങ്ങളുടെ വാതിലുകൾ വലിയൊരു ചീറ്റലൂടെ തുറക്കപ്പെട്ടു. ഉള്ളിൽ നിന്നും പുറത്തുവന്നത് മാംസവും രക്തവുമുള്ള ജീവികളായിരുന്നില്ല, മറിച്ച് തണുത്തുറഞ്ഞ ഉരുക്കിന്റെയും തിളങ്ങുന്ന നീലവെളിച്ചത്തിന്റെയും ഭയാനകമായ സങ്കരരൂപങ്ങളായിരുന്നു. 8 കാലികളെപ്പോലെ നീളമുള്ള ലോഹക്കാലികളിൽ അവ വേഗത്തിൽ ചലിച്ചു തുടങ്ങി. മനുഷ്യരുടെ ഭാവനകൾക്കും അപ്പുറമായിരുന്നു അവയുടെ വേഗത. വഴിയിൽ കണ്ടതിനെയെല്ലാം അവ ലക്ഷ്യം വെച്ചു. അവയുടെ ശിരസിൽ നിന്നും പുറപ്പെട്ട ചുവന്ന രശ്മികൾ വാഹനങ്ങളെയും കെട്ടിടങ്ങളെയും നിമിഷനേരം കൊണ്ട് ദ്രവിപ്പിച്ചു കളഞ്ഞു. പോലീസ് ബാരിക്കേഡുകൾ തകർത്തു മുന്നേറിയ ആ യന്ത്രപ്പടയ്ക്ക് മുന്നിൽ തോക്കുകൾ നിഷ്പ്രഭമായി. ഇൻസ്പെക്ടർ വിക്രം തന്റെ സർവീസ് റിവോൾവറിൽ നിന്നും ഉണ്ടകൾ മുഴുവൻ തീർത്തിട്ടും ആ ലോഹകവചത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാനായില്ല. തിരിച്ചുവന്നത് മാരകമായൊരു പ്രത്യാക്രമണമായിരുന്നു. വിക്രമിന്റെ കൺമുന്നിൽ വച്ച സഹപ്രവർത്തകർ ചാരമായി മാറി. പിന്തിരിയൂ, എല്ലാവരും ഓടി രക്ഷപ്പെടൂ! തൊണ്ട പൊട്ടുമാർ അവൻ അലറി. പക്ഷേ ആ ശബ്ദം സ്ഫോടനങ്ങളുടെ ഇരമ്പലിൽ മുങ്ങിപ്പോയി. നഗരത്തിന്റെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചു. ഇപ്പോൾ ആ പ്രദേശം കത്തിയെരിയുന്ന തീജ്വാലകളുടെയും യന്ത്രങ്ങളുടെ കണ്ണുകളിൽ നിന്നുള്ള ക്രൂരമായ വെളിച്ചത്തിന്റെയും അധീനതയിലായി. ആക്രമണം അവിടെ അവസാനിച്ചില്ല. നഗരത്തിനു മുകളിൽ വട്ടമിട്ടു പറന്ന മാതൃപേടകത്തിൽ നിന്നും ആയിരക്കണക്കിന് ചെറിയ ഡ്രോണുകൾ താഴേക്കിറങ്ങി വന്നു. അവ ഓരോ ജീവനെയും തേടിപ്പിടിച്ചു. ഒളിച്ചിരുന്നവരെ പോലും അവയുടെ സെൻസറുകൾ കണ്ടെത്തി. ഇതൊരു അധിനിവേശമായിരുന്നില്ല, ഇതൊരു ഉന്മൂലനമായിരുന്നു. രക്ഷപ്പെടാൻ വഴികളില്ലാതെ ജനം നെറ്റോട്ടമാടി. മെട്രോ സ്റ്റേഷനുകളുടെ ഭൂഗർഭ അറകളിലേക്ക് ജനം ഇരച്ചുകയറി. അവിടം മാത്രമാണ് സുരക്ഷിതമെന്ന് അവർ കരുതി. എന്നാൽ ആ ഇരുണ്ട തുരങ്കങ്ങളിലേക്കും മരണത്തിന്റെ ദൂതന്മാർ ഇഴഞ്ഞുകയറാൻ തുടങ്ങിയിരുന്നു. കോൺക്രീറ്റ് ഭിത്തികൾക്കപ്പുറം മുഴങ്ങിയ സ്ഫോടന ശബ്ദങ്ങൾ ഭൂമിക്കടിയിലെ ആ അഭയസ്ഥാനത്തെ വിറപ്പിച്ചു. തുരങ്കത്തിന്റെ കവാടത്തിൽ സ്ഥാപിച്ചിരുന്ന കൂറ്റൻ ഇരുക്കുവാതിലുകൾ ഉരുകിയൊലിക്കുന്ന കാഴ്ച കണ്ട് ജനം ശ്വാസമടക്കി പിടിച്ചു. അതൊരു സാധാരണ തീയായിരുന്നില്ല. നീലനിറത്തിൽ ജ്വലിക്കുന്ന പ്ലാസ്മ രശ്മികൾ ഉരുക്കിനെ വെണ്ണ പോലെ മുറിച്ചുമാറ്റി. പുകപടലങ്ങൾക്കിടയിലൂടെ അവ വെളിപ്പെട്ടു. മനുഷ്യരൂപമില്ലാത്ത ലോഹവും മാംസവും കൂടിക്കലർന്ന വികൃതമായ യന്ത്രരൂപങ്ങൾ. അവയുടെ കണ്ണുകളിൽ നിർവികാരമായ കൊലപാതക വാഞ്ച മാത്രം തിളങ്ങി നിന്നു. മുന്നിൽ നിന്നവർക്ക് നിലവിളിക്കാൻ പോലും സമയം കിട്ടിയില്ല. നിമിഷനേരം കൊണ്ട് പ്ലാറ്റ്ഫോം ചോരക്കളമായി മാറി. തിക്കിലും തിരക്കിലും പെട്ട് കുട്ടികളും വയോധികരും വീണുപോയി. അവരുടെ നിലവിളികൾ സൈറണുകളുടെ കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ മുങ്ങിപ്പോയി. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ചോരയിൽ കുളിച്ച ഒരു സൈനികൻ മുന്നോട്ടു വന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ ഗ്രനേഡ് ആ യന്ത്രക്കൂട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു. സ്ഫോടനം നടന്നുവെങ്കിലും പുക നീങ്ങിയപ്പോൾ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. പോറലുകൾ പോലും ഏൽക്കാതെ അവ വീണ്ടും മുന്നോട്ട് നീങ്ങുന്നു. പിന്നോട്ടു മാറൂ, ട്രാക്കുകളിലേക്ക് ഇറങ്ങിയോടൂ! അയാൾ അലറി വിളിച്ചു. അതൊരാജ്ഞയായിരുന്നില്ല, മറിച്ചൊരപേക്ഷയായിരുന്നു. ആ വാക്കുകൾ മുള്ളെന്നു മുമ്പേ ഒരു ലേസർ രശ്മി അയാളുടെ നെഞ്ചു തുളച്ചു കടന്നുപോയി. വൈദ്യുതി ബന്ധം പൂർണ്ണമായി നിലച്ചു. എമർജൻസി ലൈറ്റുകളുടെ മങ്ങിയ ചുവന്ന വെളിച്ചത്തിൽ ആയിരക്കണക്കിന് മനുഷ്യർ തുരങ്കത്തിന്റെ ഇരുണ്ട ആഴങ്ങളിലേക്ക് ഓടാൻ തുടങ്ങി. സ്റ്റേഷൻ വിട്ട് കിലോമീറ്ററുകൾ നീളുന്ന റെയിൽപാതകളിലൂടെ അവർ ജീവനും കൊണ്ട് പാഞ്ഞു. ലക്ഷ്യമില്ലാത്ത ആ ഓട്ടത്തിനിടയിൽ പലരും തളർന്നു വീണു. പിന്നിൽ നിന്ന് കേൾക്കുന്ന യാന്ത്രികമായ കാൽപെരുമാറ്റങ്ങൾ അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു.
ഏറെ ദൂരം പിന്നിട്ടപ്പോൾ തുരങ്കത്തിന്റെ ഒരു വശത്ത് പഴയൊരു സർവീസ് ടണൽ ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്നത് കൂട്ടത്തിൽ ഒരാൾ കണ്ടു. പ്രധാന പാതയിലൂടെ അവ പിന്നിടമറയുന്നുണ്ടെന്നുറപ്പായിരുന്നു. ആ ചെറിയ ദ്വാരത്തിലൂടെ നൂഴ്ന്നു കയറുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അവശേഷിച്ച 200ഓളം പേർ ആ ഇടുങ്ങിയ വഴിയുടെ അറ്റത്തേക്ക് ഇഴഞ്ഞു നീങ്ങി. അവിടെ കണ്ട കാഴ്ച അവരെ സ്തംഭിപ്പിച്ചു. അതുപേക്ഷിക്കപ്പെട്ട ഒരു ഭൂഗർഭ ബങ്കറായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട, ഒരുപക്ഷേ ഇത്തരമൊരു ദിവസം മുന്നിൽ കണ്ട് തയ്യാറാക്കിയ അതീവ രഹസ്യമായ ഒന്ന്. കനത്ത ഇരുമ്പുവാതിലുകൾ അവർക്ക് പിന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. സുരക്ഷിതരാണെന്ന് തോന്നലുണ്ടായെങ്കിലും ബങ്കറിന്റെ മധ്യത്തിലുണ്ടായിരുന്ന പൊടിപിടിച്ച കൺസോൾ സ്ക്രീനുകളിലൊന്ന് ഇപ്പോഴും മിന്നുന്നുണ്ടായിരുന്നു. അതിൽ തെളിഞ്ഞ സമയം അവരുടെ രക്തം മരവിപ്പിച്ചു. ഭൂപരിതലത്തിലെ ജീവൻ 90% നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് നമ്മൾ മാത്രം. പ്രോജക്റ്റ് അണ്ടർവേൾഡ് ആരംഭിക്കുന്നു. അവർ രക്ഷപ്പെട്ടതല്ല, മറിച്ച് മനുഷ്യരാശിയുടെ ശവപ്പറമ്പിൽ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടതാണെന്ന സത്യം ആ നിമിഷം അവർ തിരിച്ചറിഞ്ഞു. ആ പ്രഖ്യാപനം മുഴങ്ങിത്തീർന്നതും ഭീമാകാരമായ ആ ലോഹവാതിലുകൾ വലിയൊരു ശബ്ദത്തോടെ കൊട്ടിയടയ്ക്കപ്പെട്ടു. പുറം ലോകവുമായുള്ള അവസാനത്തെ ബന്ധവും അതോടെ അറ്റുപോയി. ഭയം ഒരു തണുത്ത പാമ്പിനെപ്പോലെ ഓരോരുത്തരുടെയും നട്ടെല്ലിലൂടെ അരിച്ചുകയറി. ആരും ഒരക്ഷരം മിണ്ടിയില്ല. പരസ്പരം നോക്കാൻ പോലും ഭയന്ന് തങ്ങളകപ്പെട്ട ഈ ഇരുമ്പുകൂട്ടിനുള്ളിൽ ശ്വാസം അടക്കിപ്പിടിച്ചു നിന്നു. പെട്ടെന്ന് ബങ്കറിലെ വെളിച്ചം മങ്ങി. രക്തനിറമുള്ള അപായ വിളക്കുകൾ മിന്നിത്തെളിയാൻ തുടങ്ങി. സൈറനുകളുടെ കാതടക്കിപ്പിക്കുന്ന ശബ്ദം ആ അടച്ചിട്ട മുറിയിൽ പ്രതിധ്വനിച്ചു. ഭിത്തിയിൽ ഘടിപ്പിച്ചിരുന്ന വലിയ സ്ക്രീനുകളിൽ അക്കങ്ങൾ തെളിഞ്ഞു. ഒരു കൗണ്ട് ഡൗൺ. ഓക്സിജൻ ലെവൽ 80%. കുറയുന്നു. യന്ത്രക്കുരലിൽ വീണ്ടും ആ നിർവികാരമായ ശബ്ദം മുഴങ്ങി. പ്രോജക്റ്റ് അണ്ടർവേൾഡ് നിയമം 1. അതിജീവനം ആരുടെയും അവകാശമല്ല, അത് യോഗ്യതയുള്ളവർക്ക് മാത്രമുള്ളതാണ്. അടുത്ത 12 മണിക്കൂറിനുള്ളിൽ സെൻട്രൽ സിസ്റ്റം റീബൂട്ട് ചെയ്തില്ലെങ്കിൽ ഈ അറ നിങ്ങളുടെ ശവപ്പെട്ടിയായി മാറും. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മധ്യവയസ്കൻ നിയന്ത്രണം വിട്ട വാതിലിനടുത്തേക്ക് പാഞ്ഞു. തുറക്കൂ, ഞങ്ങളെ പുറത്തുവിടൂ. അയാൾ അലറി വിളിച്ചുകൊണ്ട് ഉരുക്കുവാതിലിൽ ആഞ്ഞടിച്ചു. അയാളുടെ കൈകൾ പൊട്ടി ചോരയൊലിച്ചിട്ടും അയാൾ നിർത്തിയില്ല. പക്ഷേ ആ വിലാപം കട്ടിയുള്ള ഭിത്തികളിൽ തട്ടി മടങ്ങുകയേയുണ്ടായുള്ളൂ. മറ്റുള്ളവർ നിസ്സഹായരായി നോക്കി നിൽക്കെ തളർന്ന് അയാൾ താഴേക്ക് വീണു. ആ നിമിഷം ജനക്കൂട്ടത്തിൽ നിന്ന് ആര്യൻ മുന്നോട്ട് വന്നു. അവന്റെ കണ്ണുകളിൽ ഭയത്തേക്കാൾ കൂടുതൽ ദൃഢനിശ്ചയം ജ്വലിക്കുന്നുണ്ടായിരുന്നു. കരഞ്ഞിട്ട് കാര്യമില്ല, അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഇതൊരു പരീക്ഷണമാണ്. നമ്മളെ കൊലയ്ക്ക് കൊടുത്തതല്ല, മറിച്ച് നമ്മളിൽ ആരാണ് ബാക്കിയാകാൻ യോഗ്യർ എന്നവർ അളക്കുകയാണ്. അവൻ ആ വലിയ സ്ക്രീനിന് നേരെ വിരൽ ചൂണ്ടി. അവിടെ തെളിഞ്ഞ മാക്കിൽ ബങ്കറിന്റെ ഘടന വ്യക്തമായിരുന്നു. കൺട്രോൾ റൂം താഴത്തെ നിലയിലാണ്, സെക്ടർ സിയിൽ. അവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് വായുസഞ്ചാരം പുനഃസ്ഥാപിക്കാൻ കഴിയൂ. പക്ഷേ അവനൊന്ന് നിർത്തി. മാപ്പിൽ ഇടനാഴികളിലൂടെ ചലിക്കുന്ന ചുവന്ന അടയാളങ്ങൾ മിന്നിമറയുന്നുണ്ടായിരുന്നു. അത് വെറുമൊരു സാങ്കേതിക തകരാറല്ല, നമ്മൾ ഒറ്റയ്ക്കല്ല. ആര്യൻ പതുക്കെ പറഞ്ഞു. അവന്റെ സ്വരത്തിൽ ജാഗ്രത നിറഞ്ഞു. അവർ നമ്മളോടൊപ്പം മറ്റെന്തോ കൂടി ഈ മണ്ണിനടിയിൽ തുറന്നുവിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും ഇടനാഴിയുടെ അങ്ങേ തലയ്ക്കൽ നിന്ന്, കനത്ത ഇരുട്ടിൽ നിന്ന് ലോഹത്തിൽ നഖങ്ങൾ ഉരയുന്നതുപോലെയുള്ള ഒരു ശബ്ദം കേട്ടുതുടങ്ങി. അത് മനുഷ്യന്റേതായിരുന്നില്ല. നിഴലുകൾക്കിടയിൽ തിളങ്ങുന്ന 2 കണ്ണുകൾ അവരെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. പ്രോജക്റ്റ് അണ്ടർവേൾഡ് വെറുമൊരു അതിജീവന പദ്ധതിയല്ല, മറിച്ച് പരിണാമത്തിന്റെ ക്രൂരമായ ഒരു പരീക്ഷണശാലയാണെന്ന് അവർക്ക് മനസ്സിലായി. സമയം അതിവേഗം കടന്നുപോയിക്കൊണ്ടിരുന്നു, ഒപ്പം അവരുടെ ആയുസ്സും. ആര്യൻ നിലത്തുനിന്നൊരു ഇരുമ്പുദണ്ട് കൈയിലെടുത്തു. ജീവിക്കണമെങ്കിൽ പോരാടിയേ തീരൂ. തയ്യാറാണോ? അവന്റെ ചോദ്യത്തിന് മറുപടിയായി കേട്ടത് ഇരുട്ടിൽ നിന്ന് പാഞ്ഞെടുത്ത ആ അജ്ഞാത രൂപത്തിന്റെ ഭീകരമായ അലർച്ചയായിരുന്നു. അലർച്ചയുടെ പ്രകമ്പനം തീരുമ്പോൾ ഇരുട്ടിന്റെ മറപറ്റിയ ആ നിഴൽ രൂപം അവരുടെ നേരെ കുതിച്ചു ചാടി. വായുവിലൊരു മരണഗന്ധം പടർന്നു. കൈകളിലെ പേശികൾ വലിഞ്ഞു മുറുകെ ആര്യൻ ആ ഇരുമ്പുദണ്ട് സർവശക്തിയും എടുത്തു വീശി. ലോഹം മാംസത്തിൽ തട്ടുന്ന ശബ്ദമല്ല, മറിച്ച് കരിങ്കല്ലിൽ ഇടിച്ചതുപോലൊരു മുഴക്കമാണ് കേട്ടത്. ആഘാതത്തിൽ ആര്യന്റെ കൈകൾ തരിച്ചുപോയി. ദണ്ട് തെറിച്ചു വീണു. ക്ഷണനേരം കൊണ്ട് ആ ഭീകരസത്വം അവന്റെ മുന്നിലെത്തി. ടോർച്ചിന്റെ മങ്ങിയ വെളിച്ചത്തിൽ കണ്ട കാഴ്ച അവരുടെ രക്തം മരവിപ്പിക്കുന്നതായിരുന്നു. മനുഷ്യന്റേതെന്ന് തോന്നിക്കുന്ന, എന്നാൽ വികൃതമായ, തൊലിയുരിഞ്ഞ മുഖം. ചോര കലങ്ങിയ കണ്ണുകളിൽ കൊലവെറി മാത്രം. അത് ആര്യനെ ലക്ഷ്യമാക്കി നീണ്ട കൈകൾ വീശി. ഒരൊറ്റ നിമിഷത്തെ ആലോചനയിൽ അവൻ നിലത്തേക്ക് ഉരുണ്ടുമാറി. ആ കൂർത്ത നഖങ്ങൾ ചുവരിലെ പ്ലാസ്റ്റർ മാന്തി പൊളിച്ചു. ഓടിക്കോ, ആ വാതിലിലേക്ക്, ആര്യൻ അലറി.
കൂട്ടത്തിലൊരാൾ ഭയത്താൽ മരവിച്ചുപോയിരുന്നു. ആര്യൻ അയാളുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് വാതിലിന് നേരെ കുതിച്ചു. പിന്നിൽ കേട്ട കാലൊച്ചകൾക്ക് മരണത്തിന്റെ വേഗമുണ്ടായിരുന്നു. ശ്വാസം തൊണ്ടയിൽ കുരുങ്ങുന്ന അവസ്ഥ. ഓരോ ചുവടും അവസാനത്തേതാണെന്ന് അവർക്ക് തോന്നി. ആര്യൻ വാതിലിന്റെ പിടിയിൽ പിടിച്ച് സർവശക്തിയും എടുത്തു തള്ളി. പഴകിയ വിജാഗിരികൾ ഞരങ്ങിക്കൊണ്ട് വാതില് തുറന്നു. എല്ലാവരും അകത്തേക്ക് ചാടി. കയറിയതും ആര്യൻ വാതിൽ വലിച്ചടച്ചു. അപ്പുറത്തുനിന്ന് ആ ജന്തുവിന്റെ ശരീരം വാതിലിൽ വന്നിടിച്ച ശബ്ദം ഇടിമുഴക്കം പോലെ കേട്ടു. വാതിലിന്റെ സാക്ഷിയിടാൻ ശ്രമിക്കുമ്പോൾ വിറയ്ക്കുന്ന കൈകൾ അവനെ ചതിക്കാൻ നോക്കി. ഒടുവിൽ ഒരുവിധം കുറ്റിയിട്ടപ്പോഴേക്കും വാതിലിൽ നഖങ്ങൾ കൊണ്ട് മാന്തുന്ന ശബ്ദം അവരുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചു. അവർ തളർന്ന് നിലത്തിരുന്നു, കിതപ്പടക്കാൻ താടുപെട്ടു. എന്നാൽ ആശ്വാസം അധികനേരം നീണ്ടുനിന്നില്ല. അവരകപ്പെട്ട മുറി സാധാരണയൊന്നായിരുന്നില്ല. മങ്ങിയ ചുവന്ന എമർജൻസി വെളിച്ചത്തിൽ മുറിയിലെ ചുവരുകൾ നിറയെ വിചിത്രമായ ഭൂപടങ്ങളും കണക്കുകളും കോറിയിട്ടിരിക്കുന്നത് അവർ കണ്ടു. മുറിയുടെ ഒത്ത നടുവിൽ പൊടി പിടിച്ച ഒരു വലിയ കൺസോൾ ടേബിളും അതിനു മുകളിലായി മിന്നിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ സ്ക്രീനും. ആര്യൻ മെല്ലെ ഇരുന്നിട്ട് ആ സ്ക്രീനിനടുത്തേക്ക് നടന്നു. അതിൽ തെളിഞ്ഞു കണ്ട വരികൾ അവനെ സ്തംഭനാവസ്ഥയിലാക്കി. അത് പുറത്തേക്കുള്ള വഴിയായിരുന്നില്ല, മറിച്ച് ഒരു മുന്നറിയിപ്പായിരുന്നു. പരീക്ഷണം ഘട്ടം 2 ആരംഭിക്കുന്നു. അതിജീവനം അസാധ്യം. അപ്പോഴാണ് അവർ അത് ശ്രദ്ധിച്ചത്. മുറിയുടെ 4 മൂലകളിൽ നിന്നും നേരിയ ഒരു വിഷപ്പുക ഉയരാൻ തുടങ്ങിയിരിക്കുന്നു. കെണി മുറുകുകയാണ്. പുറത്ത് കാത്തുനിൽക്കുന്ന മരണം, അകത്ത് ശ്വാസം മുട്ടിക്കാൻ വരുന്ന വിഷവാതകം. രക്ഷപ്പെടാൻ ഇനി നിമിഷങ്ങൾ മാത്രം. ശ്വാസകോശങ്ങളെ കാർന്നു തിന്നുന്ന ആ ഗന്ധം നിമിഷങ്ങൾക്കകം മുറിയിലാകെ പടർന്നു. ഓരോ ശ്വാസവും തൊണ്ടയിൽ തീക്കനൽ കോറിയിടുന്നതുപോലെ നീറി. കാഴ്ച മങ്ങിത്തുടങ്ങി. ഭയം അവരുടെ സിരകളിലൂടെ രക്തത്തേക്കാൾ വേഗത്തിൽ പാഞ്ഞു. വാതിലിന്റെ ഉരുക്കുപാളികൾ തകർക്കാൻ സമയമില്ലെന്ന് തിരിച്ചറിഞ്ഞ നായകൻ ചുറ്റും പരതി. മരണം തൊട്ടുമുന്നിൽ നൃത്തം ചെയ്യുമ്പോഴും അവന്റെ മനസ്സ് ഒരു രക്ഷാമാർഗത്തിനായി വെമ്പുകയായിരുന്നു. എല്ലാവരും തറയിൽ കിടക്കൂ. പുക മുകളിലേക്കാണ് ഉയരുന്നത്. അവൻ അലറി. ശബ്ദമിടായി പോയിരുന്നു. തറയോടുകൾക്കിടയിൽ അവ്യക്തമായൊരു വിടവ് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതൊരു സാധാരണ വിടവായിരുന്നില്ല. വായുസഞ്ചാരത്തിനായുള്ള പഴയൊരു വെന്റിലേഷൻ ഷാഫ്റ്റിന്റെ മൂടിയായിരുന്നു അത്. കയ്യിലുണ്ടായിരുന്ന ഭാരമേറിയ ഇരുമ്പുതണ്ട് സർവ്വശക്തിയുമെടുത്ത് അവൻ ആ മൂടിയിലേക്ക് ആഞ്ഞടിച്ചു. ലോഹം പൊട്ടിത്തെറിക്കുന്ന ശബ്ദം ആ മുറിയിലെ അപായ സൈറണുകളേക്കാൾ ഉച്ചത്തിൽ മുഴങ്ങി. 1-ാമത്തെ അടിയെ അത് അനങ്ങിയില്ല. 2-ാമത്തെ അടിയിൽ നേരിയൊരു വിള്ളൽ വീണു. വിഷവാതകം ഇപ്പോൾ മുട്ടോളം ഉയരത്തിലെത്തിയിരിക്കുന്നു. ശ്വാസം കിട്ടാതെ കൂട്ടത്തിലൊരാൾ കുഴഞ്ഞു വീഴാൻ തുടങ്ങി. ഇനി ഒരൊറ്റ നിമിഷം മാത്രം. സർവ്വകോപവും ആവാഹിച്ച് അവൻ 3-ാമതുമാഞ്ഞടിച്ചു. തുരുമ്പെടുത്ത ആ മൂടി തകർന്ന് താഴേക്ക് വീണു. അഗാധമായ ഇരുട്ടിലേക്കുള്ള ഒരു വഴി തുറക്കപ്പെട്ടു. ചാടൂ, വേഗം! മറുചോദ്യത്തിന് കാത്തുനിൽക്കാതെ അവൻ കുഴഞ്ഞു വീണ സഹപ്രവർത്തകനെ ആ തുരങ്കത്തിലേക്ക് തള്ളിവിട്ടു. പിന്നാലെ മറ്റുള്ളവരും. വിഷപ്പുക മുഖത്തേക്ക് ആഞ്ഞടിക്കുന്നതിന് തൊട്ടുമുമ്പ് അവനും ആ ഇരുട്ടിലേക്ക് എടുത്തു ചാടി. വഴുക്കലുള്ള ചെരിഞ്ഞ പ്രതലത്തിലൂടെ അവർ അതിവേഗം താഴേക്ക് പതിച്ചു. ഇരുളിലെവിടെയോ തട്ടി ശരീരമാകെ മുറിവുകൾ വീഴുന്നുണ്ടായിരുന്നു. ഒടുവിൽ മരവിപ്പിക്കുന്ന തണുപ്പുള്ള വെള്ളത്തിലേക്കാണ് അവർ ചെന്നു വീണത്. അഴുക്കുവെള്ളത്തിന്റെ ഗന്ധവും ചീഞ്ഞളിഞ്ഞ അവശിഷ്ടങ്ങളും നിറഞ്ഞ ഒരു ഭൂഗർഭ കനാൽ. മുകളിൽ നിന്ന് നോക്കിയാൽ കാണാത്ത നഗരത്തിന്റെ അടിയിലെ മറ്റൊരു ലോകം. വെള്ളത്തിൽ നിന്ന് തലയുയർത്തി ശ്വാസം വീണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോഴും ആപത്തൊഴിഞ്ഞിട്ടില്ലെന്ന സത്യം അവരെ തുളിച്ചു നോക്കി. ആ കനാലിന്റെ അങ്ങേയറ്റത്ത് നിന്ന് വിചിത്രമായൊരു വെളിച്ചം മിന്നിമറയുന്നു. കൂടെ വെള്ളത്തിലൂടെ എന്തോ ഭീമാകാരമായ ഒന്ന് അവരെ ലക്ഷ്യമാക്കി നീന്തി വരുന്നതിന്റെ ഓളങ്ങൾ അവരുടെ ദേഹത്ത് തട്ടി. രക്ഷപ്പെട്ടത് വിഷപ്പുകയിൽ നിന്നാണെങ്കിലും എത്തിപ്പെട്ടത് അതിലും വലിയൊരു കെണിയിലേക്കാണെന്ന തിരിച്ചറിവ് അവരുടെ രക്തം മരവിപ്പിച്ചു. ആ ഓളങ്ങൾ വെറും മുന്നറിയിപ്പായിരുന്നില്ല, അതൊരു മരണമണിയായിരുന്നു. തൊണ്ടയിൽ കുടുങ്ങിയ നിലവിളി പുറത്തുവരാതെ പ്രാണരക്ഷാർത്ഥം അവർ കൈകാലുകളിട്ടടിച്ചു. മുന്നിൽ കാണുന്ന ആ വെളിച്ചം മാത്രമായിരുന്നു ഏക ആശ്രയം. എന്നാൽ പിന്നിൽ നിന്നും പാഞ്ഞെടുക്കുന്ന ആ ഭീകരസത്വം വെള്ളത്തെ കീറി മുറിച്ചുകൊണ്ട് അവർക്ക് തൊട്ടടുത്തെത്തിയിരുന്നു. ഇരുളിൽ തിളങ്ങുന്ന മഞ്ഞക്കണ്ണുകൾ ജലപ്പരപ്പിന് തൊട്ടു താഴെയായി തെളിഞ്ഞു വന്നതും അവരുടെ സിരകളിലെ രക്തം മരവിച്ചുപോയി. വേഗം ആ വെളിച്ചത്തിന് താഴെയുള്ള പാറക്കെട്ടിലേക്ക് കയറൂ, കൂട്ടത്തിൽ ഒരാൾ അലറി വിളിച്ചു. ശബ്ദം ഗുഹയുടെ ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിച്ചു. കറുത്ത വഴുവഴുപ്പുള്ള എന്തോ ഒന്ന് അവരുടെ കാലുകളിൽ ഉരസിയതും മരണം തൊട്ടുതലോടിയ പ്രതീതിയുണ്ടായി. സർവശക്തിയുമെടുത്ത് അവർ മുന്നോട്ട് കുതിച്ചു. വെളിച്ചം വരുന്നത് ഒരു കരിങ്കൽ തിട്ടയിൽ നിന്നാണെന്ന് അപ്പോഴാണ് വ്യക്തമായത്. ഓരോ നിമിഷവും യുഗങ്ങൾ പോലെ തോന്നി. ഒടുവിൽ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ആ കരിങ്കൽ പാളികളിൽ പിടിമുറുക്കി അവർ ഓരോരുത്തരായി വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് ഇഴഞ്ഞു കയറി. അവസാനത്തെ ആളും കരയ്ക്ക് കയറിയതും അവർ നീന്തിക്കിടന്ന ജലപ്പരപ്പിൽ നിന്ന് ഒരു വലിയ സ്ഫോടനമെന്നോണം വെള്ളം മുകളിലേക്ക് ചീറ്റിത്തെറിച്ചു. കൂറ്റൻ പല്ലുകളും മുതലയുടേതിന് സമാനമായ ഉടലുമുള്ള ഒരു ജലരാക്ഷസൻ വായ് പിളർന്ന് അവർ നിന്നിരുന്ന പാറയുടെ അരികിൽ ആഞ്ഞുകൊത്തി. കരിങ്കൽ പൊടിയുന്ന ശബ്ദം ആ ഗുഹയെ വിറപ്പിച്ചു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ കൂർത്ത പല്ലുകൾക്കിടയിൽ പെടാതെ അവർ രക്ഷപ്പെട്ടത്.
ഇരയെ നഷ്ടപ്പെട്ട ദേഷ്യത്തിൽ ആ ജീവി വെള്ളത്തിൽ വാലടിച്ചുകൊണ്ട് ഭയങ്കരമായൊരു ഗർജനത്തോടെ ആഴങ്ങളിലേക്ക് തിരികെ പോയി. ശ്വാസം കിട്ടാതെ കിതച്ചുകൊണ്ട് അവർ തറയിൽ വീണു. ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാക്കാൻ പാടുപെടുമ്പോഴാണ് തങ്ങൾ എത്തിപ്പെട്ട സ്ഥലത്തിന്റെ വലിപ്പം അവർ ശ്രദ്ധിക്കുന്നത്. അതൊരു സാധാരണ ഗുഹയായിരുന്നില്ല. മിന്നിമറയുന്ന ആ വെളിച്ചം വരുന്നത് പ്രകൃതിദത്തമായ ഉറവിടത്തിൽ നിന്നല്ല, മറിച്ച് മനുഷ്യനിർമ്മിതമായ, അല്ലെങ്കിൽ മനുഷ്യനല്ലാത്ത മറ്റാരോ നിർമ്മിച്ച ബൃഹത്തായൊരു കവാടത്തിൽ നിന്നായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ലിപികൾ കൊത്തിവെച്ച ആ കൂറ്റൻ കവാടത്തിന് നടുവിൽ ചോരയുടെ നിറമുള്ള ഒരു രത്നം പൾസ് പോലെ മിടിച്ചുകൊണ്ടിരുന്നു. അതാണ് ആ വിചിത്രമായ വെളിച്ചം പരത്തിയിരുന്നത്. കവാടത്തിന് ഇരുവശത്തും കല്ലിൽ തീർത്ത ഭടന്മാരുടെ പ്രതിമകൾ തലയുയർത്തി നിൽക്കുന്നു. പക്ഷേ ഏറ്റവും ഞെട്ടിക്കുന്ന കാഴ്ച അതല്ലായിരുന്നു. ആ കവാടത്തിനു മുൻപിലായി ചിതറിക്കിടക്കുന്ന അസ്ഥികൂടങ്ങളായിരുന്നു. അവ മനുഷ്യരുടേതായിരുന്നില്ല. സാധാരണ മനുഷ്യരെക്കാൾ വലിപ്പമുള്ള വിചിത്രമായ ഘടനയുള്ള അസ്ഥികൂടങ്ങൾ. ചിലതിൻ്റെ കൈകളിൽ ഇപ്പോഴും തുരുമ്പിച്ച ആയുധങ്ങൾ മുറുകെ പിടിച്ചിരുന്നു. നമ്മൾ എവിടെയാണ് വന്നെത്തിയിരിക്കുന്നത്? വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദ്യമുയർന്നു. ഉത്തരം ആ കവാടത്തിൽ തന്നെയുണ്ടായിരുന്നു. രത്നത്തിന്റെ വെളിച്ചം തെളിയുമ്പോൾ കവാടത്തിലെ ലിപികൾ വായുവിലെന്ന പോലെ തിളങ്ങി. ആ ഗുഹയുടെ നിശബ്ദതയിൽ ഒരു യന്ത്രം പ്രവർത്തിക്കുന്നതുപോലെയുള്ള മുരൾച്ച കവാടത്തിനുള്ളിൽ നിന്ന് കേട്ടുതുടങ്ങി. ഭൂവിക്കടിയിലെ ഏതോ പുരാതന സംവിധാനം ഉണരുകയാണ്. നൂറ്റാണ്ടുകളായി അടഞ്ഞുകിടന്ന ആ വാതിൽ അവരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞെന്ന പോലെ സാവധാനം തുറക്കാൻ തുടങ്ങി. ഉള്ളിൽ നിന്ന് തണുത്തുറഞ്ഞ കാറ്റ് മരണത്തിന്റെ ഗന്ധവുമായി പുറത്തേക്ക് വീശി. അവർക്കു മുന്നിൽ തെളിഞ്ഞത് രക്ഷയിലേക്കുള്ള വഴിയല്ല, മറിച്ച് വിസ്മരിക്കപ്പെട്ട ഒരു സാമ്രാജ്യത്തിന്റെ ഇരുണ്ട രഹസ്യങ്ങളിലേക്കുള്ള പാതയായിരുന്നു. ആ പാതയുടെ അങ്ങേയറ്റത്ത് ഇരുട്ടിൽ നിന്ന് 2 ചുവന്ന കണ്ണുകൾ കൂടി തുറന്നതോടെ അവരുടെ പ്രതീക്ഷകൾ അസ്ഥാനത്താണെന്ന് അവർക്കു മനസ്സിലായി. പുതിയൊരു വീഡിയോയുമായി